ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും അത് ആഗ്രഹമായിരുന്നു, ആളും എഡ്യൂക്കേഷൻ വേണം. സോ സെയിം കോളേജ് ലെക്ചറാണ്, ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറാണ്. സോ ആ രണ്ട് കാര്യങ്ങളും മാച്ച് ചെയ്യുന്ന ആളെ ഇത് തന്നെയാണ് ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു, സെയിം ആ ഒരു സിറ്റുവേഷൻ. സോ അതുപോലെ തന്നെ കഴിഞ്ഞ സൺഡേ കല്യാണം നടന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ മൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂ ആണിത്. അപ്പോൾ ഇതിൽ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫീച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡയമണ്ട് മെമ്പേഴ്സ് 100 വിഷസിൽ മിനിമം 100 വിഷസ്, അതിൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്ത ആൾക്കാർ. അത് മാത്രമല്ല, അവർ ആ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫും എക്സൽ എനിക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇത്ര നാളോട് മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പ്രൂഫ് വാങ്ങിയിട്ടാണ് ഞാൻ അവർക്ക് ലേ മെറിഡിയൻ പ്രോഗ്രാമിൽ ഞാൻ അവർക്ക് മാസ്റ്റർ മാനിഫെസ്റ്റർ അവാർഡ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള മാനിഫെസ്റ്റേഴ്സാണ്, മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സാണ് ഈ എപ്പിസോഡിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾ കാണുന്നതിലൂടെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും, അതുപോലെ ഇവരുടെ അനുഭവങ്ങൾ, ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്തു, നെഗറ്റീവ് എങ്ങനെ തരണം ചെയ്തു, ഏത് രീതിയിലാണ് ഇവർ മാനിഫെസ്റ്റേഷൻ സ്പീഡാക്കിയതെല്ലാം അവർ റിവീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വളരെ ലക്കിയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് റാന്നിയിൽ നിന്ന് ഒരു ഫിസിക്സ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിഥുൻ. മാസ്റ്റർ മാനിഫെസ്റ്റർ അവാർഡ് വിന്നർ. താങ്ക് യു മിഥുൻ, താങ്ക് യു ഫോർ ബീയിങ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി. ഓക്കെ, എന്നോടൊപ്പം ഒരു 1.5 വർഷമായിട്ടുണ്ട്. 2021 ജനുവരിയിലാണ് മിഥുൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ കമ്മ്യൂണിറ്റിയിൽ JG നമുക്ക് മെമ്പറായി വരുന്നത്. അത് അന്ന് മുതൽ ഇതുവരെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. എനിക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കാൻ പേയ്മെൻറ്റ് ഇല്ലായിരുന്നു. 2000 ബുക്ക് ചെയ്തു. പക്ഷേ വിത്തിൻ ആ 2 വീക്സ് കൊണ്ട് അക്കൗണ്ടിൽ 1 lakh മാനിഫെസ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത നിങ്ങൾ പഠിച്ച പോയിന്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ് us start. So let me welcome Mithun to our Hall of Fame interview. Thank you Mithun, thank you for joining us. Hi sir. ഓക്കെ, ഹായ് മിഥുൻ. അപ്പോൾ മിഥുനെ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിൽ മിഥുൻ്റെതായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനും പ്രൊഫഷനും നാടും ഒക്കെ ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഹായ്, എൻ്റെ പേര് സാർ പറഞ്ഞ പോലെ മിഥുൻ എന്നാണ്. കഴിഞ്ഞ ജനുവരി മുതൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമാണ്. ഡിഫറെൻറ്റ് കോഴ്സസുമായിട്ടെല്ലാം സാറിൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി മൈൻഡ് പവർ തന്നെയാണ്. 4 കോഴ്സുകളും സാറിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കോഴ്സ് സാറിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 1 year ആയിട്ട് സാറിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊഫഷണൽ വൈസ് ഞാൻ ഒരു ടീച്ചറാണ്. ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊഫഷൻ തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഒരു ജേർണിയുടെ ഭാഗമാകാൻ സാധിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു മിഥുൻ, വളരെ സന്തോഷം. കൗതുകരമായ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഫിസിക്സ് അധ്യാപകൻ എങ്ങനെയാണ് ഈ മൈൻഡ് പ്രോഗ്രാമിലൊക്കെ വന്നത്? സാർ, അത് എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടീസ് ഫേസ് അത് തന്നെയാണ്. ബിക്കോസ് ഓഫ് ഒരു ആസ് എ ടീച്ചർ, പ്രത്യേകിച്ച് ഫിസിക്സ് സയൻസ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ്ലി അക്സെപ്റ്റ്. ഞാൻ സാറിനോട് തന്നെ എൻ്റെ ഡൗട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, കാരണം നമുക്കത് സാർ പറഞ്ഞിട്ട് നമ്മൾ ബിലീവ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളത് പോസിബിളേ അല്ലായിരുന്നു. കാരണം നമുക്കത് ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മളെല്ലാം ഒരു ലോജിക്കലി മാത്രം തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കലി മാത്രം ഫോളോ അപ്പ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. അതൊരു സ്കിൽഡായിട്ട് തന്നെ എന്നിലുണ്ട്. അപ്പം ആദ്യം എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആദ്യത്തെ ഞാൻ സാറിൻ്റെ ആട് 99 ആട് ഞാൻ ജോയിൻ ചെയ്യുന്ന മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാണും. അന്ന് മനസ്സിലായി ഇതൊക്കെ പറ്റിയതാണ്, ചുമ്മാ സീരിയസ്ലി ഞാൻ പറയാം, അങ്ങനെ വിട്ട ഒരാളാണെന്ന്. പിന്നെ ഒരു ദിവസം ഒരു ഇൻസിഡന്റ്, മീൻസ് ഞാനൊരു ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡന്റില് ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ട്രോൾ ചെയ്യുമ്പോൾ സാറിന്റെ സെയിം ആട് തന്നെ വന്നു. അതിനകത്ത് ചുമ്മാ ജോയിൻ ചെയ്തേക്കാം, 99 പോകുന്നെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞത് ജോയിൻ ചെയ്യുകയും ഒരു 5 day ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലൊരു ഇതിലെന്തോ ഉണ്ട്, മീൻസ് പറയുന്നതോ അല്ലെങ്കിൽ വായിക്കുന്നതിലോ ഉപരി ഒരു എക്സ്പെരിമെന്റിലൂടെ പല കാര്യങ്ങളും, ഒരു 5 day കൃത്യമായ ഒരു ടൈം ടേബിൾ, മീൻസ് കൃത്യമായ ഒരു ഹാബിറ്റിൽ മുമ്പോട്ട് പോയപ്പം അതിൽ പല ചേഞ്ചസും ഓട്ടോമാറ്റിക്കലി വരുമ്പോഴാണ് ഞാനിത് അക്സെപ്റ്റ് ചെയ്തത്. വണ്ടർഫുൾ. അതാണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അല്ലേ? എന്നെ ആസ് എ പേഴ്സൺ രീതിയിൽ എനിക്ക് അതേ നടക്കുള്ളായിരുന്നു ആ ഒരു സമയത്ത്. കാരണം എനിക്കിത് ഇപ്പൊ സാറ് വന്ന് പറഞ്ഞാലും ഞാൻ ബിലീവ് ചെയ്യില്ലായിരുന്നു. സീക്രട്ട് ബുക്ക് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ അത് ഇങ്ങനെ അതിന്റെ സാറിന് മുമ്പ് തന്നെ ഞാൻ ഇതേപോലെ ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും കിട്ടിയിട്ടില്ല. ബിക്കോസ് അവർ കുറച്ച് റെക്കോർഡ് വീഡിയോ അയച്ചു തരും, ഞാൻ കണ്ടു, ഓക്കെ
ആ ഒരു പക്ഷേ ഓക്കെ. സാറിന്റെ ലൈവ് കൃത്യമായി അതൊരു ഫോളോ അപ്പ് വന്നപ്പം അത് ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായി. അത് ആ. കൃത്യമായി അങ്ങനെ നിർബന്ധപൂർവ്വം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി വളരെ സ്ലൈറ്റ്ലി ഉള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഉം, പിന്നെ ഉം. ഹയർ കോഴ്സ് 4000ലേക്കും പിന്നെ നമ്മുടെ അഡ്വാൻസിലേക്കും. അഡ്വാൻസ് ലെവലിലോട്ട് തിരിക്കുന്നത്. വണ്ടർഫുൾ വണ്ടർഫുൾ. ഈ സ്ലൈറ്റ് ചേഞ്ചസ് പറയുമ്പോൾ എന്ത് ചേഞ്ചസ് ആണെന്ന് ഓർക്കുന്നുണ്ടോ? എന്ത് ചേഞ്ചസ് ആയിരിക്കും ഉണ്ട് അന്ന് സാറേ. വന്നിട്ട്? ഒന്നാമത്തെ കേസ് ഞാൻ ആ. പറഞ്ഞല്ലോ. ഒന്ന് നമുക്ക് ഇപ്പം ഇപ്പം നമ്മുടെ മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം രാവിലെ എണീക്കുന്നത് തന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് എണീക്കുന്നത്. ആ. പക്ഷേ ഇതിന് ശേഷം നമ്മൾ റെഗുലർ ഹാബിറ്റിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം എനിക്കില്ല. കാരണം ഉം, ഒരു ഉം. പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ പ്രോബ്ലത്തെ കുറിച്ച് തിങ്ക് ചെയ്യാറില്ല. അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നെ കുറിച്ച് മാത്രമേ തിങ്ക് ചെയ്യാറ്. തിങ്ക് ചെയ്യാറുള്ളൂ. അല്ല, ആ. പണ്ടൊരു ചെറിയ ചലഞ്ചസ് പോലും ഏറ്റെടുക്കില്ലായിരുന്നു. ഞാൻ ഉം, ഉം. മാക്സിമം സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇന്ന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഏത് ചലഞ്ചും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും. പിന്നെ ഞാനത് കൃത്യമായി ഫോളോ അപ്പ് എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ എൻ്റെ ജോലിയിലാണെങ്കിൽ പോലും ഒത്തിരി ഇതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ. അതുപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിലോട്ടൊക്കെ താല്പര്യം വന്നത്? അത് ഒരു കൗതുകം കൊണ്ട് അല്ല, ചോദിക്കുവാണ്. ആ. എനിക്ക് ഓട്ടോമാറ്റിക്കലി ഐ.ടി ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഉം. അപ്പം അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേറിയിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്നൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ആ ആ ആ. മാർക്കറ്റിംഗ് നമുക്കറിയാമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നൊരു അപ്പൊ അത് ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ ഡിജിറ്റൽ അതിലോട്ട്. മാർക്കറ്റിൽ വന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പലപ്പോഴും. സാറ് നമ്മുടെ മൈൻഡിലെ ക്ലാസ്സിലാണ് സാർ പറയുന്നെങ്കിൽ പോലും ഇത് എന്താണ് ആ ഒരു ക്യൂരിയോസിറ്റി. ഉം. പിന്നെ ഒരു ടീച്ചറാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ വണ്ടർഫുൾ വണ്ടർഫുൾ. ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിൽ എല്ലാ കോഴ്സിലും. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ കോഴ്സുകൾ പലതും ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് വീഡിയോ എഡിറ്റിങ്ങിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ അങ്ങനെ കോഴ്സുകൾ മിനിമം മാസത്തിൽ 2-3 കോഴ്സ് വെച്ച് ഞാനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്നതൊന്നുമില്ല, എല്ലാ കോഴ്സും അറ്റൻഡ് ചെയ്യുന്നു. വണ്ടർഫുൾ മിഥുൻ. എനിക്ക് പറയാനുള്ളത്, കാരണം മിക്ക ടീച്ചർമാർക്കും ഇല്ലാത്തൊരു ഒരു കാര്യമാണിത്. കാരണം പിന്നെ ഒരു ടീച്ചറായി കഴിഞ്ഞാൽ, ഒരു കോച്ചായി കഴിയുമ്പോൾ കോച്ചബിൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ വളരെ റെയറായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളവരും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ മിഥുൻ്റെ സ്റ്റുഡൻസും ലക്കിയാണ്. അപ്പോൾ മിഥുൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ടോ സാർ ഒരു മൾട്ടി ടാലൻറ്റഡ് വ്യക്തിയാണെന്നൊക്കെ പറയാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇതിന് ഇപ്പം സാറ് തന്ന പല ടെക്നിക്കൽ സ്റ്റുഡൻസിൽ ഞാൻ വളരെ മൈന്യൂട്ട് അവരോട് ഇതൊന്നും ഞാൻ പറയാറൊന്നുമില്ല. ഉം. അവരോട് ഇത് ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷെ ഫോർ അവരത് എക്സാമ്പിൾ എന്തെങ്കിലും. ആ. ഇപ്പോഴും ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ. എന്റെ സ്റ്റുഡൻസ് ബി നീറ്റ് പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന ആളുകളാണ്. ഉം. അപ്പം അവർ ഡോക്ടേഴ്സ് ആകാൻ വേണ്ടി അതുപോലെ ഡെഡിക്കേറ്റഡ് ആയി വന്ന സ്റ്റുഡൻസാണ്. ഞാൻ ഉം. അപ്പം ഓട്ടോമാറ്റിക്കലി അവരോട് ഞാൻ പറയുന്നുണ്ട്, പേര് എഴുതുമല്ലോ അവർ ബുക്കിലൊക്കെ പേര് എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ എന്ന് കൂട്ടി അങ്ങ് എഴുതാൻ പറയും. അഡ്വാൻസ് ആയിട്ട് വണ്ടർഫുൾ വണ്ടർഫുൾ. അവരെന്നെ നീറ്റ് എഴുതി 5 കൊല്ലം പഠിക്കും നിങ്ങൾ നേരത്തെ. പക്ഷെ അതവർ ലാസ്റ്റ് അവരത് അവരുടെ റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഞാൻ പലപ്പോഴും കണ്ട അവർ ഡോക്ടർ ചേർത്ത് തന്നെ എഴുതും. എന്നിട്ട് അവർ വിത്ത് MBBS ഇന്ന പ്രൊഫഷൻ ചേർത്ത് തരും, അല്ലെ ഈ പറയുന്ന പോലെ ഗൈനക്കോളജി എന്നൊക്കെ എഴുതി വെക്കും. അവർക്കത് ഭയങ്കര കോൺഫിഡൻസ്. പിന്നെ അവർ സ്ഥിരം എല്ലാ കേസിലും അവർ അങ്ങനെ എഴുതാറ്. ഇമെയിൽ ID വരെ അങ്ങനെ അവർ എടുത്തു വെച്ച സ്റ്റുഡൻസിനെ എനിക്കറിയാം ഡോക്ടർ ചേർത്തുള്ളത്. സൂപ്പർ സൂപ്പർ മിഥുൻ, വണ്ടർഫുൾ. ഞാൻ ഒരു കൺസെപ്റ്റ് ചോദിക്കട്ടെ, കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ ഡെഫിനിഷനാണ്. മിഥുൻ്റെ ഡെഫിനിഷനിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതുവരെ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു ഐഡിയ കൊടുക്കാമോ? ലോസ് ഓഫ് അട്രാക്ഷൻ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് തന്നെയാണ്. മൈൻഡ് തന്നെയാണ്. ആ. മൈൻഡ് പുറത്ത് ഫോക്കസ്ഡ് ആണെങ്കിൽ ഉം. ഓട്ടോമാറ്റിക്കലി നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി എത്തും. പക്ഷെ ഏത് വഴിക്കൂടെ ഓട്ടോമാറ്റിക്കലി എത്തും എന്ന് നമ്മൾ കൺസേൺ ആവണ്ട. കൺസേൺ ആവണ്ട. ഹൗ കൺസേൺ ആവേണ്ട കാര്യമില്ല അല്ലേ? ആ കാര്യമില്ല. അത് നമ്മൾ വിചാരിക്കത്തുള്ളത് അല്ല എത്തുന്നത്. ആ. വണ്ടർഫുൾ. നമ്മളത് ഇന്ന വഴിക്കൂടെ എത്തും, പക്ഷെ ആ വഴിക്കൂടെ അല്ലായിരിക്കും എത്തുന്നത്. എത്തുന്നത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും വേറെ എത്തുന്നത്. ഏതെങ്കിലും വഴിക്കൂടെ ആയിരിക്കും, ഒരു പോസിബിലിറ്റി ഇല്ലാത്ത വഴിക്കൂടെ ആയിരിക്കും, ഓക്കെ. ഒരു ഇനി പ്രോബിലിറ്റി ആയിരിക്കും. ഓക്കെ. ഇനി ആദ്യത്തെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്നെ വളരെയധികം വിസ്മയിപ്പിച്ചു. അതായത് ഞാൻ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത സമയത്ത് 2000 അടയ്ക്കാൻ പറഞ്ഞു, 2000 അടച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കഥയൊന്ന് പറയാമോ? ഓഫ് കോഴ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് സാറിന്റെ വെബിനാർ രാത്രി 12 വരെ ഉണ്ട്. 12 മണി വരെ ഉണ്ടായിരുന്നത്. 12 വരെയാണ് ഫുൾ ടൈം അറ്റൻഡ് ചെയ്ത ആളാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ സാറ് അനൗൺസ് ചെയ്തു ഒരു ഹ്യൂജ്, അത് എന്നെ സംബന്ധിച്ചുള്ള ആ ടൈമിൽ ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. അതെ. കാരണം ഞാൻ ആ. അന്ന് കുറച്ച് നമ്മുടെ വീട് പണിയും കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ടൈമാണ്. ആ. അപ്പം മനസ്സിൽ ഓട്ടോമാറ്റിക്കലി 2 ചിന്തയുണ്ട്. ഒന്ന്, ഇത്ര അടയ്ക്കണം, ഇത്ര അടച്ചു കഴിഞ്ഞാൽ പോകത്തില്ലേ, കാര്യമുണ്ടോ. അപ്പൊ 2 തോട്ടുണ്ട്. അപ്പൊ അന്ന് ലാസ്റ്റ് സാറ് പറഞ്ഞു നിർത്തിയൊരു കേസ് തന്നെയാണ് ഹിറ്റ് ചെയ്തത്. സാറ് പറയാ, നിങ്ങളുടെ ഇപ്പം ചിലപ്പം മിനിമം 2000 കാണും, അത് അടയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ് കിട്ടും എന്ന് തന്നെ. അപ്പൊ ഞാൻ അതുപോലെ തന്നെ അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ
പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പേ ചെയ്തത്. രേഷ്മാവൻ മെസ്സേജ് അയച്ചു. രേഷ്മ ഓക്കെ പറഞ്ഞു, ഞാൻ പേ ചെയ്തു. പിന്നെ ഞാൻ വിട്ടു. പക്ഷെ എന്നും രാവിലെ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷന് ശേഷം സെയിം സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. വിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്തു. അത് വെരി എങ്ങനെ ഗുഡ്. വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അത് ചിന്ത വരുമ്പോഴേ ഞാൻ തോട്ട് മാറ്റി വിടും. ഞാൻ അത് എവിടുന്ന് വരാലും നിനക്ക് എങ്ങനെ കിട്ടുക പൈസ, എവിടുന്ന് ആ ഒരു തോട്ട് വരുമല്ലോ അവിടെ. അപ്പോഴേ ഞാൻ ആ സാധനം ഇങ്ങനെ മാറ്റി 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 വിടും. പക്ഷെ എപ്പോഴും ഉറപ്പായിട്ട് ഞാൻ പറയാ, മനസ്സിൽ പറയാമെന്ന് ഞാൻ ക്ലാസ് കാണുമെന്നുള്ളത്. അപ്പം 8-ാം തീയതി മുതലാണ് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി ആക്കി ഓട്ടോമാറ്റിക്കലി റിലേറ്റഡ് ടു മൈ ജോബ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഒരു രീതിയിലും പ്രതീക്ഷിക്കാതല്ല 1 lakh rupees കട്ടിങ്സ് കഴിഞ്ഞ് 97,000 rupees അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി 5-ാം തീയതി വണ്ടർഫുൾ. 11 മണിയായപ്പോ. അപ്പം സത്യം പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇൻഫോം ചെയ്യാൻ ഇത്ര അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഹെഡ് വിളിച്ച് ഇങ്ങോട്ട് പറയുമായിരുന്നു. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിട്ടുകയാണ്, പെർഫോമൻസ് ബേസ്ഡ് തന്നെ കിട്ടുകയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അത്രമാത്രം പെർഫോം ആ വർഷം ചെയ്തു എന്ന് തന്നെ എനിക്കറിയില്ല. സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ ആ പൂർവ്വം ഇത്ര പെർഫോം ഞാൻ ചെയ്തോ? ആ ബേസ് ആരോടും നീ ഡിക്ലെയർ ചെയ്യണ്ട, ആരും ഡിക്ലെയർ ചെയ്യണ്ട, ഇൻസെന്റീവ് ഇത് തന്നെയാണ്, ഡിക്ലെയർ ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് അക്കൗണ്ട്. അത്ര പെർഫോം ചെയ്തോന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കില്ല. സീരിയസ്ലി സൂപ്പർ. എക്സൈറ്റഡ് ആയില്ലേ ആ സമയത്ത്? എനിക്ക് സത്യം ഞാൻ അന്നൊരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അതിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വേറെ അടുത്ത് തന്നെ എടുത്ത് ചാടിയാണ്. പക്ഷെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം വലിയ അവരവർക്ക് എനിക്ക് പറ്റാത്തവർക്ക്, കാരണം അത് നേരത്തെ ചാടിയാണ്. അത് ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പേയ്മെന്റ് നടത്തി. അതെ അതെ, എന്റെ ആ ഒരു ബാച്ചിലെ ഫസ്റ്റ് പേയ്മെന്റ് മിഥുനാണ് ചെയ്തിരിക്കുന്നത്. ഇറങ്ങിയ ഉടനെ രേഷ്മാവൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പോഴേ അതിൽ നിന്ന് ഫസ്റ്റ് 1 രൂപ യൂസ് ചെയ്യുന്ന ഇതിനാന്നുള്ള ഫസ്റ്റ്. അതിനുശേഷം സൂപ്പർ മീതു, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ആദ്യ സിൽവർ മെമ്പർഷിപ്പിൽ വന്നായിരുന്നു, അതിനുശേഷമാണ് എടുക്കുന്നത് ഡയറക്റ്റ് ലോ ഓഫ് അട്രാക്ഷനിൽ വന്നതാണോ അഡ്വാൻസിലോട്ട് വന്നതാണോ? ഞാൻ 99-ൽ വന്നു സാറേ. 99-ൽ പിന്നെ നമ്മുടെ 4000-ലേക്ക് വന്നു. 4000 നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിലോട്ട് വന്നു. അപ്പോൾ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ ഒരു പ്രോഗ്രാം അതിലാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ 99 വന്നു. കുറച്ച് സ്ലൈറ്റ്ലി കുറച്ച് ചേഞ്ചസ് വന്നു. ജസ്റ്റ് എന്നാ ഒരു എക്സ്പെരിമെന്റൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. പക്ഷെ 4000-ൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതെന്താണെന്നൊരു മീൻസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ക്ലാരിറ്റി കിട്ടിയത് ആ ഒരു കോഴ്സിൽ. വണ്ടർഫുൾ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ അച്ചീവ്മെൻറ്റ്സിൽ ഇതിന് വേറെ പ്രിയങ്കരമായ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ഷെയർ ചെയ്യാവോ? ലൈക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓർമ്മയുള്ളത്? വേറെ ഇപ്പം ജസ്റ്റ് ഞാനൊരു കാറ് വാങ്ങി. ഇതുപോലെ തന്നെ പറയുന്ന കേട്ടതോ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ജ്യൂസ് വാങ്ങിയെന്ന് പറയുന്ന പോലെയാണ്. അല്ല, ഇപ്പൊ ഞാൻ അങ്ങനത്തെ സാർ അത് പറഞ്ഞോളൂ, നമ്മളെ സംബന്ധിച്ചുള്ള വലുതായിട്ട് കാണുന്നില്ല. ഇത് ജസ്റ്റ് നമ്മൾ അതിലും മുകളിലാണെന്ന് കാണുന്നത്, ജസ്റ്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ജസ്റ്റ് മാനിഫെസ്റ്റേഷനിലൂടെ കാറ് വാങ്ങി. വണ്ടർഫുൾ. സാറ് പറഞ്ഞ പോലെ അത് പിന്നെ ഞാൻ വണ്ടിയിൽ ഫുൾ ടാങ്ക് മാത്രമേ അടിക്കൂ. സാറ് വന്നില്ല, സാറിന്റെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് സാറ് ഫുൾ ടാങ്ക്, അപ്പൊ ഞാൻ ഫുൾ ടാങ്ക് അടിക്കും. അത് പിന്നെ ഞാൻ ഫുൾ ടാങ്കാ, ഒരു കോംപ്രമൈസ് ഇല്ല അല്ലേ? ഇല്ല, കയറുന്നു ഫുൾ ടാങ്ക് അടിക്കുന്നു, കയറുന്നു ഫുൾ ടാങ്ക്. വണ്ടർഫുൾ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒരു വാക്ക് പറയാമോ? ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റാഫിനെ കുറിച്ച്. ഓട്ടോമാറ്റിക്കലി ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഓൾസോ പാർട്ട് ഓഫ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എനിക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടീസും പ്രത്യേകിച്ച് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒത്തിരി പല സെക്ഷൻസ് നോക്കുന്ന ആളെന്ന രീതി എനിക്കറിയാം, പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് സംബന്ധിച്ച് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സാർ പറഞ്ഞൊരു 99 കോഴ്സ് ജസ്റ്റ് ഇപ്പോൾ ആ വഴി വന്നു, അറ്റൻഡ് ചെയ്താൽ കുറച്ച് ക്ലാസ് കൊടുത്തത് 99 രൂപയാണ്. ഈ പറയുന്ന പോലെ വലിയ കാര്യമില്ല. ഞാനും ആ രീതി തന്നെയാണ്, ചായ കുടിക്കുന്ന കാഴ്ചയിലെ പോട്ടെ എന്ന രീതി തന്നെ. പക്ഷെ ആ 99 അത് ജോയിൻ ചെയ്ത മുതൽ നമുക്കുള്ള ഫോളോ അപ്പ്, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്ട് എനിക്കറിയാം. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഫോളോ അപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പക്ഷെ അന്ന് മുതൽ എക്സ്പെഷ്യലി സാറിനെ പോലെ തന്നെ രേഷ്മ മാം കൃത്യം നമ്മളെ ഓരോ ഇൻസിഡന്റിലും ചിലപ്പോൾ നമ്മൾ ചെയ്ത വേണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് സബ്മിറ്റ് ചെയ്ത് നമ്മളെ ചെയ്യിപ്പിക്കുന്ന ഒരു ഇത്. അത് നമ്മളല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഞാൻ അതിന്റെ പാർട്ടായാണ് പറയാം. പക്ഷെ വേറെ പല കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. കൃത്യമായ രീതിയിൽ ഒരു വാട്സപ്പ് അക്കൗണ്ട് പോലും സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യേണ്ട, ഒരു ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കൃത്യമായി ക്രിയേറ്റ് ചെയ്തും കൃത്യമായ ഓരോ ദിവസവും ഞാൻ ഈ 4000 അല്ല 99 ഫോളോ അപ്പ് ഞാൻ പറയാം. മനസ്സിലായി. അതാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത്. അത് ശരിക്കും എൻ്റെ സ്റ്റാഫിനുള്ള ക്രെഡിറ്റ് തന്നെയാണ്.
വളരെ കാരണം സന്തോഷം. ഫസ്റ്റ് ഒരു 99 കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പല പല അത് ശരി. കോഴ്സ് അതിനുശേഷം ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പുറ കോഴ്സ് ഞാൻ പോവുകയും ചെയ്ത ആളാണ്. ഉം. പക്ഷെ അവിടെ ഒന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ഫോളോ അപ്പ് നാഷണൽ പറ്റി. ലെവലിലുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ് ലോസ് ഓ ഓഫ് അത് അട്രാക്ഷൻ. ശരി. ഓക്കെ. പക്ഷെ അവിടെ ഒന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഇതൊന്ന് മാത്രം കിട്ടിയ ഒരു കാര്യം. താങ്ക് യു മിഥുൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അതിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? ക്ലാസ്സിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയത് 4000 ആണ്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ആ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന കേസ് എന്റെ തലയിൽ കിടക്കും. അപ്പോഴും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോഴും ഞാൻ അന്ന് സാറിനോട് ചോദിച്ചു, ഇതൊക്കെ പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു തിയറി കാണുമല്ലോ. കാണും. കറക്റ്റ്. ഉണ്ട്, ഒരു തിയറി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നു. എന്നാലും ഈ ആഗ്രഹിക്കുന്നതും തമ്മിൽ നടക്കുന്നതിൽ ഒരു കണക്ഷൻ വേണം. തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് അല്ല നമ്മൾ ചുമ്മാ പറഞ്ഞു അത് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ റീസൺ വൈബ്രേഷൻ ആണെന്നുള്ളതും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതും അത് നമ്മൾ എന്നെ കണക്ട് ചെയ്യുന്നുള്ളതും സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ ഇത് 100% ബിലീവ് ചെയ്തത്. അല്ലെങ്കിൽ കോയിൻസിഡന്റ്, പ്രോബിലിറ്റി, ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പ്രോബിലിറ്റി സംഭവിക്കും. കോയിൻ ടോസ് ചെയ്യുന്ന പോലെ അപ്പം ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കില്ല, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് സംഭവിക്കുന്നില്ല. അപ്പൊ സംഭവിക്കുന്നവരെ അംഗീകരിക്കുന്ന അല്ലാത്തവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. മേ ബി അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം 4000 ചെയ്തപ്പോഴും കാരണം അത് ഞാൻ ഫോളോ അപ്പ് കൊച്ചിലെ മുതൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ആ ഒരു രീതി ആയതുകൊണ്ടാണ്. അതിന്റെ ഒരു എക്സാക്ട്ലി എന്നെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ അംഗീകരിക്കൂ. പക്ഷെ അത് എനിക്ക് ഈ ഒരു സാറിന്റെ ആ ഒരു വൈബ്രേഷൻ എന്നുള്ള അതിന് പിന്നിൽ വൈബ്രേഷൻ ആണെന്നും അതെങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്നും അതെങ്ങനെ നമ്മുടെ ഇമോഷനുമായിട്ട് കണക്ട് ആവുന്നുണ്ടെന്നും ഉള്ള ക്ലാരിറ്റി കിട്ടിയത് തീർച്ചയായിട്ടും വണ്ടർഫുൾ. സൂപ്പർ മിഥുൻ. ഇത് ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും പറയുന്ന പോലെയല്ല. ഒരു ഫിസിക്സിൽ ഒരു പണ്ഡിതൻ ഒരു സ്കോളർ പറയുമ്പോൾ അത് വേറൊരു തലമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് ഇത് ആഗ്രഹിച്ച് നടക്കുമെന്ന് പറയുന്ന പോലെയല്ല ഇതും പറയുന്നത്. കാരണം അതിൽ നമ്മൾ ഒന്നുകിൽ അതിന് പ്രോബബിലിറ്റി ആണെന്ന് ശരിയാണ്. ഞാനും ആദ്യമൊക്കെ അത് ചിലപ്പം ലക്കിൽ വീഴുന്നതായിരിക്കും എന്ന് കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെപ്തിൽ പഠിച്ച് വന്നപ്പോഴാണ് ശരിയാണ് ഇതിൻ്റെ പുറകിൽ ഒരു തിയറി ഉണ്ട്, ഒരു സയൻസ് ഉണ്ട് എന്നുള്ളത്. ഓഫ് കോഴ്സ് വണ്ടർഫുൾ. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ വ്യൂസ്. ഇനി ഞാൻ ചോദിക്കും, നമ്മൾ അതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ ലെസൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ അതിൻ്റെ TMFS പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇമോഷണൽ കാലണ്ടർ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇതിനെ ത്രസിപ്പിച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ചാപ്റ്റർ ഏതാണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഓട്ടോമാറ്റിക് TMFS അല്ലേ? ടൈം മണി ഫോക്കസ് സ്പേസ്. യെസ്. അതാണ്. കാരണം നമ്മൾ ഇപ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ട്രിഗർ ആകുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മൾ കുറച്ച് നാൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം വരുമ്പോൾ ഈ 4 കാര്യങ്ങൾ അതിൽ ട്രിഗർ ആകുന്നു, ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആകുന്നു. വണ്ടർഫുൾ. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിലും അല്ലേ അത് അറിയാനും സാധിക്കും. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നാലും അവർ നമുക്ക് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഉണ്ട്, നമുക്ക് ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഒരാളെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടർഫുൾ. ഓക്കെ. ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചുകൊണ്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ചും അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറയാമോ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ചലഞ്ച് മെയിൻലി ഞാൻ ഫേസ് ചെയ്ത 2 ചലഞ്ച്. ഒന്ന് കണ്ടിന്യൂറ്റി തന്നെയായിരുന്നു. കാരണം നമ്മളിപ്പം പറയുന്ന പോലെ പഠിക്കുക, അല്ലെങ്കിൽ കുറെ വായിക്കുക, അല്ലെങ്കിൽ കുറെ കേൾക്കുക, ഓക്കെ കഴിഞ്ഞു. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ അകത്ത് ഡിഫിക്കൽട്ടി. ഏറ്റവും വലിയ പാടൊക്കെ ഇട്ടിരിക്കാൻ നല്ല രസമാണ്. സാറിന്റെ ക്ലാസ് കഴിയുമ്പോൾ നല്ല മോട്ടിവേഷൻ, ഉറങ്ങി എണീക്കുമ്പോൾ ഓക്കെ വീണ്ടും പഴയ പടി അതാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ആ ഇംപ്ലിമെന്റേഷനിൽ സത്യം പറഞ്ഞാൽ സാറിന് ക്ലാസ് എടുത്ത് പോയാൽ മതി, വേണേ ചെയ്താൽ മതി എന്ന് വിചാരിച്ചത് ഒരു ടീച്ചർ എന്ന രീതിയിൽ അതേ ഉള്ളൂ. കാരണം ബാക്കി എഫർട്ട് എടുക്കണം. പക്ഷെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിന് പുറകെ ഉള്ള ഫോളോ അപ്പ്. ചിലപ്പോൾ സാറിന് ഒരാഴ്ചയിൽ ഒന്നായിരിക്കും ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ, ചിലപ്പോൾ ആഴ്ച 2, ചിലപ്പോൾ ഒരാഴ്ച കാണില്ല. പക്ഷെ ഞങ്ങൾക്ക് ഫോളോ അപ്പ് നിർത്തിയിട്ടില്ലായിരുന്നു. അത് റിലേറ്റ് ആ ഒരു കാരണം ഒരു കണ്ടിന്യൂറ്റി ഓട്ടോമാറ്റിക്കലി കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഏത് കാര്യമാണെങ്കിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ആ കണ്ടിന്യൂറ്റി ആയിരുന്നു ഞാൻ ഫേസ് ചെയ്തത്. ആ കണ്ടിന്യൂറ്റി ഫേസ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും, ഇപ്പോൾ ഓരോ ദിവസം ഒരു ചലഞ്ച് തരുമ്പോൾ കിടക്കുന്ന മുമ്പ് അത് ഫിനിഷ് ചെയ്യണം. അപ്പൊ അത് എനിക്ക് റെസ്പോൺസിബിലിറ്റി തന്നു. ഓട്ടോമാറ്റിക്കലി അത് റെസ്പോൺസിബിലിറ്റി ആവുകയും അത് ഞാൻ ചെയ്ത് അത് ഒരു ദിവസം പോലും ഞാനത് മുടക്കിയിട്ടില്ല. ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അതാണ് ആ ഒരു ഹാബിറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കണ്ടിന്യൂറ്റി ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ചലഞ്ച്. അത് ക്രിയേറ്റ് ചെയ്തത് കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അല്ലേ? വണ്ടർഫുൾ. യെസ്. ഓക്കെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ നെറ്റിലൊക്കെ ഒത്തിരി വീഡിയോസും കാര്യങ്ങൾ കാണുന്നുണ്ട്. വിഷൻ ബോർഡ് ആയിരുന്നാലും മെഡിറ്റേഷനെല്ലാം കാണുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നതും അതൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നതും അതൊരു ഓൺലൈൻ കോച്ചിങ് ആയിരുന്നാലും ഒരാളുടെ മെൻറ്ററിൻ്റെ കീഴിൽ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് യൂട്യൂബ് നമ്മളിപ്പോൾ സാറ് പറഞ്ഞു, നമുക്കൊരു കാര്യത്തിനൊരു വാല്യൂ ഉണ്ടല്ലോ.
യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം ഇങ്ങനെ കേട്ടിടും. എത്രയോ ഇപ്പൊ സാറ് പറഞ്ഞ പല കൺസെപ്റ്റുകളും ഞാൻ അതിന്റെ മുമ്പ് കേട്ടിട്ടുണ്ട്. ആ. പല പല സ്കോളേഴ്സും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കേട്ടിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഇങ്ങനത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളും കേട്ടിട്ടുണ്ട്. കേട്ടങ്ങ് വിടും. പക്ഷെ ഇതിൽ ഞാനൊരു വാല്യൂ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ ഫോം ഓഫ് മണിയാണ്. അപ്പൊ ആ ഒരു കറക്റ്റ്. വാല്യൂ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ, അതിൽ എന്റെ എഫേർട്ട് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഞാൻ ഇത് ചെയ്യണം. കറക്റ്റ് കറക്റ്റ്. അത് തന്നെയാണ്. നമ്മൾ കമ്മിറ്റായി അല്ലേ? യെസ്, കമ്മിറ്റായി. അത് മാത്രമല്ല നമുക്കൊരു സ്ട്രക്ചേർഡ് രൂപത്തിൽ പോകാൻ സാധിച്ചു. ഒരു ബിഗിനിങ് കാരണം മുതൽ ഒരു ഒരു എന്താ നമുക്കൊരു പാത്ത് കിട്ടി. ഒരു പാത്ത് കിട്ടി. പലയിടത്തായിട്ട് കറക്റ്റ്. പലയിടത്തായിട്ട് ചെതറി ഏത് കിടക്കുന്ന വഴി കൂടെ സാധനം. ഇതിലൂടെ പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം ഇതുവഴി പോ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ശരിയാണ്. അത് കറക്റ്റായിട്ട് അത് പറഞ്ഞു. കാരണം ഒരു മെൻറ്റർ ഇതുവഴി പോകുമെന്ന് കാരണം പറഞ്ഞു. അതാണ്. അതെ അതെ, ആസ് എ മെൻറ്റർ മിഥുന് ഒരു മെൻറ്റർ ആണല്ലോ അത് കുട്ടികൾക്ക് ഞാനൊരു കൊടുക്കുന്നത്. അതെ അപ്പോൾ അതെ ഞാൻ നമ്മൾ അങ്ങനെ പറഞ്ഞോളൂ. അല്ല, ഞാനൊരു മെന്ററാണ്. അപ്പം ഞാനും ഇത് തന്നെ ചെയ്യുന്നത്. അപ്പം സാറും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ചത് ഇതുവഴി പോകും. സംഭവം ശരിയാ, നമ്മുടെ ഉള്ള ടൂൾസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതുപോലെ ചെയ്യും, അല്ലെങ്കിൽ ഇതുവഴി പോകുമെന്ന് പറയുമ്പോൾ കറക്റ്റ്. വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഐഡിയയിൽ ഏറ്റവും എളുപ്പത്തിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത് ചെറിയ ടൂൾസ് ഉണ്ട്. ലൈക്ക് വിഷൻ ബോർഡ് ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളോ എനിക്ക് തോന്നിയത്? ഏറ്റവും പേഴ്സണലി പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഏത് രീതിയിലാണ്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കിടക്കുന്ന മുമ്പ് നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ബുക്കിൽ അന്ന് നടന്ന രാവിലെ മുതൽ നടന്ന എല്ലാ ഇൻസിഡൻസിലും ആളുടെ പേരെടുത്ത് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും. അവർ എനിക്ക് നെഗ്ലക്റ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സ്മൈൽ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ എഴുതി വെക്കും. എല്ലാ ദിവസവും ചെയ്യും. മിനിമം ഒരു 20 അല്ലെങ്കിൽ 15 പക്ഷെ അത് ഓരോ ഡേയിലും ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷ്വലൈസേഷൻ തന്നെയാണ്. അതൊരു ഇന്നൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ എന്താകണം അല്ലെങ്കിൽ മീൻസ് അതിനകത്ത് എല്ലാം കാണും. ജസ്റ്റ് ഞാൻ ആ ഒരു മെഡിറ്റേഷന്റെ ഫൈനലി അത് വിഷ്വലൈസ് ചെയ്യും. ഈ മെയിൻലി ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ 2 കാര്യം. വണ്ടർഫുൾ, സൂപ്പർ. ഓക്കെ, ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതിന് ശേഷം ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പറഞ്ഞു. അതല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ മൊത്തത്തിൽ? ജീവിതത്തിൽ ചേഞ്ച് വന്നത് സാർ, പ്രധാനം ഞാൻ പറഞ്ഞു, ചെറിയൊരു കാര്യത്തിൽ പോലും എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നുണ്ടല്ലേ? പറ്റുന്നത് വളരെ ചെറിയ. ഇപ്പം നമ്മളെ സംബന്ധിച്ചല്ലെങ്കിൽ നമ്മൾ ഇപ്പം 1 കോടി കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ, എന്നാൽ അതായിരുന്നു ഇതിന് വരുന്ന മുമ്പ്. പക്ഷെ ചെറിയൊരു സ്മോൾ തിങ്സ് അതിൽ പോലും ഹാപ്പി ആകാനും അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു 10x ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് നമ്മളിലേക്ക്. ഏതൊരു ചെറിയൊരു കാര്യം, ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം 100 രൂപയാണ് കിട്ടുന്നെങ്കിൽ ആ 100 രൂപയുടെ അതിലെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു 10x ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് പല വഴി കൂടെ. വെരി ഗുഡ്. ഓക്കെ, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം വളർന്നു വരുന്ന ഒരു തലമുറ, ഒരുപാട് പുതിയ തലമുറകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയട്ടെ, ഇപ്പോഴത്തെ ഒരു തലമുറ ഈ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന, മെഡിറ്റേഷൻ ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു ആസ് എൻ എക്സ്പീരിയൻസും പിന്നെ അവർക്കൊരു കൊടുക്കാനുള്ളൊരു സന്ദേശവും കൂടെ? ആദ്യം ഒരു എക്സ്പീരിയൻസ് പറയും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിലൊരു വിശ്വാസമുണ്ടോ? ലൈക്ക് അവർ ഒരുപാട് നോളജ് അല്ലേ, നല്ല ഐക്യു ഒക്കെ ഉള്ള കുട്ടികളാണ് വരുന്നത്. പക്ഷേ ലൈഫ് സ്കിൽസിനെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചും ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോഴത്തെ തലമുറയിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊരു എന്താ ഒരു വിശകലനം. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതെനിക്കറിയാം പേഴ്സണലി. പക്ഷെ ആ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളിലും നമുക്ക് ഈ ഭയങ്കര വലിയ വേരിയേഷൻസ് നമുക്ക് അവരെ കാണാൻ പറ്റും. അതിപ്പം ഇത് ഞാൻ പഠിച്ചപ്പം എനിക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അവർ പറയണ്ട, എനിക്ക് അവരെ അറിയാൻ പറ്റുന്നുണ്ട്. ഓ വെരി ഗുഡ്, സൂപ്പർ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ നമുക്ക്? ഇവരെ ഞാൻ സെയിം ട്രാക്ക് ആണല്ലോ, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. ചിലപ്പോ ഇവർക്ക് ഇതിന്റെ തിയറി ഒന്നും അറിഞ്ഞുകൂടായിരിക്കും അല്ലേ? ഇല്ലില്ല. പക്ഷെ അവരോട് പല സ്റ്റുഡൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ ഈ ട്രാക്കിൽ തന്നെ പോകുന്നത്. പക്ഷെ അവര് ഓട്ടോമാറ്റിക്കലി അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭയങ്കരമായ ഞാൻ പറയാം, ഇപ്പം സ്റ്റുഡൻസ് എടുക്കാൻ തന്നെ ഭയങ്കരമായി വർക്ക് ചെയ്യും. പക്ഷെ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഡൗൺ ആയിരിക്കും പലപ്പോഴും. പക്ഷെ അവരെടുക്കുന്നതിന്റെ ഒരു 4 മാർക്ക് മറ്റ് ആളുകൾ എടുക്കുന്നില്ലെങ്കിലും അവരുടെ ഒരു സംസാരവും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരെ അച്ചീവ്മെന്റിൽ എത്തിക്കുന്നുണ്ട്. അതെനിക്ക് അനലൈസ് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ട്.
ഈസി ആയിട്ട്. പലപ്പോഴും നമ്മൾ ഓർക്കും, ഇവൻ ഇതെങ്ങനെ പറ്റുന്നത്, അല്ല മറ്റേ ആവണ് ഇതിന്റെ 10 ഇരട്ടി വർക്ക് ചെയ്തിട്ട് അവന് കിട്ടുന്നില്ല, ടീച്ചറിന്റെ രീതി നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇവൻ ഇതെങ്ങനെ കിട്ടുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായത്. താങ്ക് യു. അവരിത് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ പ്രോഗ്രാംഡ്. പക്ഷെ അവരുടെ പേരൻസിനോട് സംബന്ധിച്ച് മനസ്സിലാകും, അവരുടെ പേരൻസിന് ചിലർക്ക് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ രീതിയിൽ ആ സ്റ്റുഡൻസിനെ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ? ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, ഇനി അടുത്ത് അത് ഒരു വിശകലനമായിരുന്നു. ഇനി ഇപ്പോഴുള്ള തലമുറകൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, പഠിക്കണോ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവർ അറിഞ്ഞിരിക്കേണ്ടതാണോ ഇത്? തീർച്ചയായിട്ടും പഠിക്കുക. ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതും ചിലപ്പോൾ ഇത് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതും കാണും. രണ്ട് ടൈപ്പ് കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം ഓട്ടോമാറ്റിക്കലി ഒരു സയന്റിഫിക് ടെമ്പേർഡ് കൂടി പോകുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, എനിക്കത് മനസ്സിലായിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം. പക്ഷെ നമുക്ക് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇത് പഠിക്കാമല്ലോ. ശരിയാണ്. എന്ന രീതിയിൽ നമുക്ക് ഇത് പഠിക്കുക. അങ്ങനെ തന്നെ വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇത് പഠിക്കുക. നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്ര പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ സ്റ്റുഡൻസിന് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്നൊരു നല്ല സ്ട്രെസ്ഫുൾ ആണ്. കാരണം ഇപ്പൊ ഞാനൊക്കെ പഠിച്ചതിലൊക്കെ ഒരു 100x ലെവലിൽ കോമ്പറ്റേറ്റീവ് മൈൻഡ് ആയിട്ട് പോകുന്ന സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി പലരും ആങ്സൈറ്റിയുടെ മരുന്ന് കഴിക്കുന്നവരെ എനിക്കറിയാം. അത്രയ്ക്ക് 12th പഠിക്കുന്ന പല ആ രീതിയിലൊക്കെ ഉള്ളത്. പക്ഷെ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആകും ഇത്. നമ്മളൊരു എന്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സിലബസിന്റെ ഭാഗം തന്നെ ആക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഒത്തിരി ഒരു ആക്കിയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതൊരു കോമൺ ആയിട്ട് തന്നെ വരിക, നമ്മളെ സ്റ്റുഡൻസിന്റെ ഭാഗമാക്കുക. ഒരു മൈൻഡ് ട്രെയിനിങ് അല്ലെങ്കിൽ സെൽഫായിട്ട് എങ്ങനെ നമുക്ക് സ്ട്രോങ് ആകാം മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ കാര്യങ്ങൾ ഇപ്പം പലപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനായിട്ട് വരുന്നുണ്ട്. ആദ്യമൊന്നും അത് വലിയ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ഇപ്പം നമ്മുടെ സിലബസിലേക്ക് വരുന്നുണ്ട് ഹെൽത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ മൈൻഡിനെ കുറിച്ചും ഒരു ഇതായിട്ട് കൃത്യമായ ട്രെയിനിങ് പലയിടത്തും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം പേഴ്സണലി. അതൊരു കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് അവർക്ക് ഫ്യൂച്ചറിനായാലും നമുക്ക് നല്ലൊരു ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. സൂപ്പർ മീൻ, താങ്ക് യു. സോ അടുത്ത എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ഇതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അധ്യാപകനെ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാമോ? എത്രത്തോളം അവർ നമുക്ക് സഹായമാകും, ഒരു ക്വാളിറ്റി ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ വന്ന് പെട്ടാവുള്ള മാറ്റം? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഇതിൽ ഞാൻ രണ്ടാമത്തെ എൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ഒരു പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് സർക്കിൾ അതിൽ നമ്മളെ പോലെ ചിന്തിക്കുന്നത്. ഇപ്പം ഇപ്പൊ ഓട്ടോമാറ്റിക് ഇപ്പൊ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഓക്കെ നമ്മളെല്ലാം ഞാൻ സെറ്റാണ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ കൊളീഗ്സിലേക്കോ നമ്മുടെ ഫ്രണ്ട്സിലേക്കോ നമ്മുടെ ഫാമിലിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടുന്ന് 2-3 കേട്ട് കഴിയുമ്പോൾ ഇത് സെയിം ലെവൽ, ബോട്ടം ലെവൽ അങ്ങ് പോവും. അത് രക്ഷയില്ലാത്ത കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത കേസ് തന്നെയാണ്. അപ്പൊ അത് കീപ്പ് ചെയ്യാനിരിക്കുമ്പോൾ മാക്സിമം നമ്മളിപ്പം നമ്മൾ പറയാറുണ്ട് മാക്സിമം നെഗറ്റീവ് ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. പക്ഷെ അത് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അങ്ങനെ നമുക്ക് അവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അപ്പുറത്തെ ഒരാളെ നമുക്ക് ഫിസിക്കലി മാറ്റി നിർത്താൻ പറ്റില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഒരു തർക്കത്തിലേക്ക് എത്തത്തുള്ളത് പലപ്പോഴും. ഒരു തർക്കത്തിലേക്ക് എത്തത്തേ ഉള്ളൂ. അത് ഒത്തിരി. കാരണം എനിക്കറിയാം ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്തതും എന്റെ കൂട്ടത്തിലുള്ള ഒത്തിരി പേര് ഇതുവരെ പണിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. അവരെ ഞാൻ പലരെയും സാറിന്റെ 99 ക്ലാസ്സിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒന്നാലും ജോയിൻ ചെയ്തില്ല. പക്ഷെ 1-2 പേര് ജോയിൻ ചെയ്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ട്. ഞാൻ അന്ന് ലിങ്ക് വരുമ്പോൾ അവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം അതിൽ ജോയിൻ ചെയ്തു. 1-2 പേര് കൃത്യമായി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം എനിക്കതിൽ ഉണ്ട്. സാറ് അവർ നേരിട്ടത് മനസ്സിലാക്കുമ്പോൾ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ പോലെ നമുക്കൊരു ഇൻസ്റ്റന്റ് എനർജി കിട്ടാവുന്നതല്ലാതെ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഈ റൂം വിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. ഓക്കെ, താങ്ക് യു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇത്രത്തോളം സയൻസിൽ അധിഷ്ഠിതമായി നിന്നിട്ടും ഇതിനെ കൂടെ അംഗീകരിക്കുന്നു, അതിനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിലെ ഒരു നല്ല വശങ്ങളെ എടുത്ത് അത്
എന്താ പറയുക, അത് വെറുതെ എടുക്കുന്നതല്ല, കറക്റ്റായിട്ട് അതിൽ എക്സ്പെരിമെൻറ്റിലൂടെ കടത്തി വിട്ടിട്ട് സ്വീകരിക്കുകയും, അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. കാരണം പഠിക്കാനും അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ആ നോട്ട് ബുക്കിലെടുത്ത് എഴുതുമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. എങ്ങനെയാണ്, എന്താ അതിൻ്റെ ഒരു രഹസ്യം? അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അതിൽ ഒരു ടിപ്പ് കൊടുക്കാമോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്? ബേസിക്കലി ഞാനൊരു മടിയനാണ്. അതോടെ കേൾക്കുമ്പോൾ കൂടുതൽ മോട്ടിവേഷൻ ആവുകയാണ് കേൾക്കുന്നവർക്ക്. എനിക്ക് ഏറ്റവും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെച്ചാൽ വെറുതെ കട്ടിൽ കിടന്ന് എന്തെങ്കിലും കുറിച്ചുകൊണ്ട് മൊബൈൽ നോക്കിയിരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കേസ്. അപ്പം സീരിയസ്ലി അപ്പം എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഫിക്സഡ് ടൈമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഉള്ള കോൺസിക്വൻസ് എന്ത്, അത് ലോജിക്കലി തന്നെയാണ് പോകണല്ലേ? ലോജിക്കലി തന്നെ പോകണം. നീ അത് ചെയ്തില്ലെങ്കിൽ രാവിലെ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഇന്നലെ കഴിച്ച കലോറി അതവിടെ നിൽക്കും. അവിടെ ഞാൻ അത് പിന്നീട് അത് പ്രശ്നമാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രാവിലെ എനിക്ക് ഞാൻ ജിമ്മിൽ പോകും. വണ്ടർഫുൾ. അതിനെ അവിടെ അല്ല ഭയങ്കര അത്ഭുതം ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത ഒരു 1 വീക്ക് ഞാൻ ഫോഴ്സ്ഫുള്ളി എഴുതി കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് എനിക്ക് വന്നു. അപ്പോൾ ഓരോ ദിവസം അത് എഴുതിയില്ലെങ്കിൽ അത് ഞാൻ ഡൗൺ ആയി പോകും എന്നൊരു ചിന്തകൾ. ഇനി ഇത് സപ്പോസ് ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഞാൻ കിടക്കുമ്പോൾ കണ്ണടച്ച് ഞാനാണ് മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും. കാരണം അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അത് ചെയ്തു വെക്കുക. അത് പെർഫെക്ഷൻ എന്നുള്ളതല്ല, അത് അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതിരിക്കുക അല്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ യൂണിവേഴ്സിനെങ്കിലും നന്ദി പറഞ്ഞിട്ട് കയറും. നന്ദി പറഞ്ഞ് കിടക്കും അല്ലേ? പറക്കാൻ പറ്റില്ലെങ്കിൽ ഓടുക, ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കുക, നടക്കാൻ പറ്റില്ലെങ്കിൽ ഏഴാഞ്ഞെങ്കിലും പോവുക. അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാലോ നമുക്ക്. യെസ്, കണക്ട് ചെയ്ത് നിൽക്കാം. സൂപ്പർ മിഥുനം, വണ്ടർഫുൾ. അതൊരു നല്ലൊരു മെസ്സേജാണ്. താങ്ക് യു. ഇനി അടുത്തൊരു ചോദ്യം, ആരും ഇൻ്റർവ്യൂവിൽ നേരിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ചോദ്യം. ഒരു കോച്ച് എന്ന നിലയിൽ എന്നെക്കുറിച്ചുള്ള ഒരു ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് പറയുക. അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പം ഞാനൊരു കോച്ച് അല്ലെ ഒരു ടീച്ചറിന്റെ രീതിയിൽ എനിക്ക് സാധനം മെയിൻലി ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാവരും പറഞ്ഞ ഒന്നാമത്തെ കേസ്, സാറ് ഇപ്പം ഞങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പറയുന്ന പൊട്ടത്തെറ്റായിരിക്കും, അത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് പറയുന്നത് എനിക്ക് പൊട്ടത്തെറ്റാ പറയുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും സാർ അത് ഫേസിൽ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ തെറ്റാണ് ആ സാർ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചിലപ്പോൾ 99% തെറ്റായാലും ഒരു 1% എവിടെങ്കിലും കാണും, ഒരു ചെറിയൊരു അത് മാത്രം സാറ് പിക്ക് ചെയ്തിട്ട് ആളെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എൻ്റെ സ്റ്റുഡൻസിന്റെ ഇടയിൽ. ചിലപ്പം നമ്മളെ സംബന്ധിച്ചുള്ള 100 ക്വസ്റ്റ്യൻ എഴുതി അവൻ 99 ശരിയാക്കി ഒരെണ്ണം തെറ്റുമ്പോൾ നമ്മൾ പറയാം, നീ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ആളെ എന്നോട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ ഇത്രയും ശരിയാക്കിയിട്ട് സാറ് പറഞ്ഞില്ല, തെറ്റിച്ച സാറ് പറഞ്ഞത്. നമ്മൾ നീ തെറ്റിച്ച് ശരിയാക്കണം. പക്ഷെ അത് ഞാൻ തിരിച്ചാക്കിയപ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ 99 എണ്ണം തെറ്റിയ ഒരാൾ ഒരെണ്ണം ശരിയാക്കി, ഞാൻ നീ ഇത് ഒരെണ്ണം ശരിയായല്ലോ, അത് വെച്ച് നിനക്ക് 99 ശരിയാക്കാൻ പറ്റുമെന്നുള്ളപ്പോൾ അവർക്ക് ആ ചേഞ്ചസ് അവരുടെ ആ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു മൈന്യൂട്ട് കാര്യത്തിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കേസ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്തല്ല, സാർ ഇന്ന പോലെ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഞാനിത് ശ്രദ്ധിക്കുന്നില്ല, ഇപ്പൊ പറഞ്ഞപ്പോഴാണ്. ചെറിയ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള കേസിൽ സാറ് അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. താങ്ക് യു മിഥുൻ, താങ്ക് യു. ഭയങ്കര ഡീപ്പ് ഒബ്സർവേഷനാണ്. താങ്ക് യു മിഥുൻ, വളരെ സന്തോഷം. ലാസ്റ്റ് ചോദ്യം, ഈ നമ്മുടെ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബ്ബും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും എന്നെയൊക്കെ കാണുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഇനിയുള്ള ഒരുപാട് യുവതലമുറയ്ക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു? ഞാൻ പലരോടും റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. പലരും ഇതിന്റെ പാർട്ടായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഇത് മാത്രമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിൽ ഞാൻ എക്സ്പെരിമെന്റ് നടത്തി അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഒബ്സർവ് ചെയ്തു, അല്ല കണ്ണും പൂട്ടി ബിലീവ് ചെയ്യുന്നു ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു, റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് യൂസ് ചെയ്യണമല്ലോ, എന്നിട്ടല്ല മറ്റുള്ള റെക്കമെൻഡ് ചെയ്യുന്നു. അല്ല ഇത് കൊള്ളാം എന്നുള്ള ഞാൻ പറഞ്ഞു. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ഞാൻ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി, റിസൾട്ട് വന്നു. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ വരിക, ഇതിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പം അതിലിപ്പോൾ 99 ഒരാളെ സംബന്ധിച്ചുള്ള ഒന്നുമല്ല, നിങ്ങൾ 99 കോഴ്സ് ആണെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു 0.1% ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് ഇൻ ദിസ് ഇൻ്റർവ്യൂ. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഥുൻ ടി നായർ. അദ്ദേഹം ഒരു ഫിസിക്സ് ടീച്ചറാണ്, നീറ്റിൻ്റെ കോച്ചിങ്ങെല്ലാം എടുക്കുന്നതാണ്. അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് നീറ്റ് എക്സാമിനെ കുറിച്ചോ MBBS കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും.
വളരെ സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ മിഥുൻ. ഈ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് പേർക്ക് പ്രചോദനമാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നിയ പോയിൻറ്റ്സ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും താഴെ ചോദിക്കാമെന്നാണ്. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. താങ്ക് യു മിഥുൻ. മറ്റൊരു ഇൻ്റർവ്യൂവിൽ വെച്ച് നമുക്ക് ഇനി കണ്ടുമുട്ടാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു.